ശത്രു റഡാറുകളെ കബളിപ്പിച്ച് വെണ്ണീറാക്കാൻ ഇന്ത്യയുടെ മിഥ്യ ഒരുങ്ങുന്നു. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അഗ്നി മിസൈലുകളെയും ബ്രഹ്മോസിനെയും S-400 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെയുമാണ് നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ആണവ പ്രതിരോധ ശേഷി അളക്കപ്പെടുന്നത് അതിന്റെ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി അഥവാ തിരിച്ചടിക്കാനുള്ള ശേഷിയിലൂടെയാണ്. ഇന്ത്യയുടെ ആണവനയം നോ ഫസ്റ്റ് യൂസ് എന്നതാണ്. അതായത് ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഇന്ത്യക്കെതിരെ ആരെങ്കിലും ആണവാക്രമണം നടത്തിയാൽ അതിന് അതിശക്തമായി തിരിച്ചടി നൽകാനുള്ള ശേഷി രാജ്യത്തിനുണ്ടായിരിക്കണം. ആ തിരിച്ചടി കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയും ശത്രുവിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കുകയും വേണം. ഈ നിർണായക മേഖലയിലാണ് ഇന്ത്യ ഒരു ചരിത്ര നേട്ടത്തിന് തൊട്ടരികിലെത്തിയിരിക്കുന്നത്. ആ നേട്ടത്തിന്റെ പേരാണ് മിഥ്യ. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യാധുനിക ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപ്രധാന മിസൈലുകൾക്ക് പുതിയ കരുത്തു പകരാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്കൃതത്തിൽ മിഥ്യ എന്ന വാക്കിന് യഥാർത്ഥമല്ലെങ്കിലും യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭ്രമം അല്ലെങ്കിൽ മിഥ്യാബോധം എന്ന അർത്ഥമുണ്ട്. ഈ പേര് തന്നെയാണ് പദ്ധതിയുടെ സാങ്കേതിക ദൗത്യത്തെ കൃത്യമായി വിവരിക്കുന്നത്. കാരണം ശത്രുവിന്റെ റഡാറുകൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും മുന്നിൽ വ്യാജ ലക്ഷ്യങ്ങളെ സൃഷ്ടിച്ച് അവയെ കബളിപ്പിക്കുകയാണ് മിഥ്യയുടെ പ്രധാന ജോലി. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുക വളരെ പ്രയാസകരമാണ്. ഇവിടെയാണ് മിഥ്യയുടെ യഥാർത്ഥ പ്രസക്തി ആരംഭിക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈൽ അതിന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്ന സമയത്താണ് മിഥ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. മിസൈലിൽ യഥാർത്ഥ വാർഹെഡിനൊപ്പം ഡീകോയികൾ അഥവാ വ്യാജ ലക്ഷ്യങ്ങളും ഘടിപ്പിച്ചിരിക്കും. റഡാറുകളിലും സെൻസറുകളിലും ഇവ യഥാർത്ഥ പോർമുനകളെ പോലെ തന്നെ പ്രത്യക്ഷപ്പെടും. ശത്രുവിന്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്ക് യഥാർത്ഥവും വ്യാജവുമായ ലക്ഷ്യങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വരും. ഫലമായി പ്രതിരോധ സേന വില കൂടിയ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഈ വ്യാജ ലക്ഷ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കും. എന്നാൽ ആ സമയം യഥാർത്ഥ വാർഹെഡ് സുരക്ഷിതമായി മുന്നേറി ലക്ഷ്യസ്ഥാനത്തെത്തും. ഈ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ചിലവ് കാര്യക്ഷമതയാണ്. ഒരു രാജ്യത്തിന് നൂറുകണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്തേണ്ട സാഹചര്യം ഉണ്ടാകാം. എന്നാൽ മിഥ്യ പോലുള്ള പെനട്രേഷൻ എയ്ഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ വളരെ കുറച്ച് മിസൈലുകൾ കൊണ്ട് തന്നെ അതേ ഫലം നേടാൻ കഴിയും. യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് നിർണായകമായ ഒരു മുൻതൂക്കം നൽകും. മിഥ്യയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടുന്ന റീ എൻട്രി വാഹനങ്ങൾ സാങ്കേതിക വിദ്യയുമാണ്. ഒരൊറ്റ മിസൈലിൽ നിന്നും ഒന്നിലധികം വാർഹെഡുകൾ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. അഗ്നി 5 പോലുള്ള തന്ത്രപ്രധാന മിസൈലുകളിൽ MIRV സാങ്കേതിക വിദ്യയും മിഥ്യയുടെ ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ അത്യന്തം സങ്കീർണമായ ഒരു വെല്ലുവിളി സൃഷ്ടിക്കപ്പെടും. യഥാർത്ഥ വാർഹെഡുകളും വ്യാജ ലക്ഷ്യങ്ങളും ഒരേ സമയം പ്രത്യക്ഷപ്പെടുമ്പോൾ ഏതാണ് യഥാർത്ഥ ഭീഷണി എന്ന് തിരിച്ചറിയുക പ്രതിരോധ സംവിധാനങ്ങൾക്കേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനൊപ്പം തന്നെ ഇന്ത്യ മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകുന്നത് DRDOയുടെ റിസർച്ച് സെന്റർ ഇമാറത്ത് വികസിപ്പിച്ച QMF അഥവാ ക്വാഡ്രപ്പിൾ മോണോപൾസ് ഫ്രീക്വൻസി സീക്കർ പോലുള്ള അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. ശത്രുവിന്റെ ജാമിംഗ് ശ്രമങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യനിർണ്ണയം ഉറപ്പാക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. അതിനാൽ മിഥ്യ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുമ്പോൾ പുതിയ സീക്കർ സാങ്കേതിക വിദ്യ ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാൻ സഹായിക്കുന്നു. മിഥ്യയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിന്റെ പൂർണ്ണ തദ്ദേശീയ വികസനമാണ്. പദ്ധതിയുടെ ഇലക്ട്രോണിക് വാർഫെയർ, സിഗ്നൽ പ്രോസസിംഗ് അൽഗോരിതങ്ങൾ, ജാമിംഗ് ഘടകങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നത് ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറിയാണ്. മിസൈലിന്റെ താപ പ്രതിരോധ കവചങ്ങൾ, റീ എൻട്രി സാങ്കേതിക വിദ്യകൾ, കോമ്പാസിറ്റ് മെറ്റീരിയലുകൾ എന്നിവ വികസിപ്പിക്കുന്ന ഡിഫൻസ് ലബോറട്ടറി ജോധ്പൂർ ആണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ മേഖലയും പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ സ്വകാര്യ മേഖലയിലെ ശ്രദ്ധേയ പങ്കാളിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ യൂണിസ്ട്രിംഗ് ടെക് സൊല്യൂഷൻസ്. അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി കമ്പനിക്ക് 30.01 കോടി രൂപയുടെ കരാർ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവയും സിസ്റ്റം ലോകത്ത് ഇത്തരം പെനട്രേഷൻ എയ്ഡ്സ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങൾ വളരെ കുറവാണ്. അമേരിക്കയുടെ മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഇൻഫ്ലേറ്റബിൾ മൈലാർ ഡീകോയുകളും റേഡിയോ ഫ്രീക്വൻസി ജാമറുകളും ഉപയോഗിക്കുന്നു. റഷ്യയുടെ യാസ് സർമാറ്റ് മിസൈലുകൾ ഉയർന്ന താപപ്രതിരോധ ശേഷിയുള്ള ഡീകോയുകളും പ്ലാസ്മ അടിസ്ഥാനമാക്കിയ കൗണ്ടർ മെഷറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ DF-41 മിസൈലുകളിൽ അലൂമിനിയം ഫോയിൽ ചാഫുകളും സജീവ ജാമിംഗ് സംവിധാനങ്ങളും വിന്യസിച്ചിരിക്കുന്നു. ഈ പട്ടികയിലേക്ക് ഇന്ത്യയും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. മിഥ്യ വിജയകരമായി സൈന്യത്തിന്റെ ഭാഗമാകുന്ന ദിവസം ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി ഒരു
പുതിയ തലത്തിലേക്ക് ഉയരും. ഇതൊരു മിസൈൽ അപ്ഗ്രേഡ് മാത്രമല്ല, ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയെ കൂടുതൽ വിശ്വസനീയമാക്കുകയും ശത്രുവിന്റെ അത്യാധുനിക പ്രതിരോധ വ്യൂഹങ്ങളെ പോലും മറികടക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന തന്ത്രപ്രധാനമായ മുന്നേറ്റമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.